ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 വിറ്റുപേർ തേവരയിൽ വെച്ച് നടത്തിയ ബൈബിൾ ക്ലാസ്സാണ്. എഫെസസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം തിരുവചനത്തിനും കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-3 തിരുവചനത്തിലുമൊക്കെ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുന്നതിനും അങ്ങനെ ക്രിസ്തുവിൻ്റെ രഹസ്യം ഞങ്ങൾ പ്രഘോഷിക്കുന്നതിനും വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു കവാടമുണ്ട്. ഈ കവാടം തുറന്നു കിട്ടുമ്പോഴാണ് നമുക്ക് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാകുക. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 32 മുതലുള്ള തിരുവചനത്തിലൊക്കെ ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അപ്പം മുറിച്ചു കൊടുക്കുമ്പോഴും ഈശോയുടെ സംസാരത്തിലും എല്ലാം അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്. ഈശോ തന്നെയാകുന്ന ആ വചനത്തിൻ്റെ കവാടം അവരോട് കൂടെ വന്നപ്പോഴാണ് അവരുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ. ആധ്യാത്മികമായിട്ടുള്ള ജ്വലനം സംഭവിക്കുന്നു. ആ ദൈവവചനത്തിൻ്റെ കവാടം അവർക്ക് മനസ്സിലാകുകയാണ്. കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദൈവപുത്രനായ ഈശോയായിരുന്നു തങ്ങളോടുകൂടി ഉണ്ടായിരുന്നതെന്നും അപ്പം മുറിക്കപ്പെട്ടതെന്നും ഒക്കെ അവർക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അതാണ് ഈ വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴാണ് ഈ വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടുക? നമ്മൾ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, വചനത്തെ ദൈവവചനമായിട്ട് സ്വീകരിക്കുമ്പോൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 6-10 വരെയുള്ള വചനത്തിൽ വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ഈ വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ വചനത്തിൻ്റെ കവാടം അഥവാ നമ്മൾ വിശുദ്ധരായി മാറുന്നത്. ആ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ 11-12 തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ, തീഷ്ണതയിൽ മാന്യം സംഭവിക്കും. തീഷ്ണതയിൽ മാന്യം സംഭവിക്കുന്നത് ഈ ലോകാരൂപി തിന്മയുടെ ശക്തികൾ, പാപത്തിൻ്റെ കാഠിന്യം, ഇതെല്ലാം പലപ്പോഴും ദൈവമക്കളെ മൂടിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ തീഷ്ണതയ്ക്ക് കുറവുകൾ സംഭവിക്കുകയാണ്. ആ തിന്മയെ നമ്മൾ പൊട്ടിച്ച് മുകളിൽ കയറുമ്പോഴാണ് നമ്മൾ തീഷ്ണതയുള്ളവരായി മാറുക. കാരണം പ്രാർത്ഥന വഴി പ്രാർത്ഥിച്ച് അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ആ തിന്മയെ പൊട്ടിക്കുവാൻ സാധിക്കും. എഫെസസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ അന്തരീക്ഷ ശക്തിയുടെ അധീശനും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടേണ്ടത്. ഈ അന്തരീക്ഷ ശക്തിയുടെ അധീശൻ, ഓരോ പ്രദേശത്തിനും ഓരോ അന്തരീക്ഷ ശക്തിയുണ്ട്, ഓരോ തലവന്മാരുണ്ട്. ആ തലവന്മാരെ പൊട്ടിച്ച് ദൈവരാജ്യം സ്ഥാപിക്കുന്നതിലൂടെ ഓരോ മിഷണറിമാരും കർത്താവിൻ്റെ ശുശ്രൂഷകരായി മാറുകയാണ്. അതാണ് നമ്മുടെ ഓരോ ഇടവകയ്ക്കും ഓരോ ദൂതന്മാരുണ്ട്. നമ്മുടെ ഇടവകയുടെ വികാരി നമ്മുടെ ദൂതനാണ്. നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകനാണ് അദ്ദേഹം. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ മേൽ, ആ സ്ഥലത്തിൻ്റെ മേൽ ദൈവം അദ്ദേഹത്തിന് ആത്മീയമായ ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ തിന്മയെ പുറത്താക്കുവാൻ അവർക്ക് സാധിക്കും. അതുപോലെ നമ്മൾ ഈ വചനം വായിക്കുമ്പോഴും ഈശോയുടെ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ മേലുള്ള ഒരു അന്തരീക്ഷ ശക്തിയുടെ അധീശനെ പുറത്താക്കുവാനായിട്ട് സന്ധ്യാപ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, ജപമാലയിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെയൊക്കെ നമുക്ക് ആ അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. അതാണ് ഓരോ കുടുംബത്തിൻ്റെയും തലവൻ ആ കുടുംബത്തിൻ്റെ പിതാവാണ്, ആ കുടുംബത്തിൻ്റെ മാതാവാണ്. അപ്പോൾ അവരുടെ ആ പ്രാർത്ഥനകൾ വഴി അവിടെ മുഴുവൻ സംരക്ഷിക്കപ്പെടുവാൻ സാധിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. നമുക്കറിയാം 1950, 60 വർഷങ്ങളിലാണ് ദൈവവചനത്തിൻ്റെ കവാടം നമുക്ക് തുറക്കപ്പെട്ടത്. ജോൺ 23-ാമൻ മാർപ്പാപ്പായിലൂടെ നമുക്ക് തുറന്നു കിട്ടിയതാണ് ഈ ദൈവവചനം. അതിനു മുമ്പ് സാധാരണ മനുഷ്യർക്ക് ദൈവവചനത്തെ സ്വന്തമായിട്ടെടുത്ത് വായിക്കാൻ പോലുമുള്ള അധികാരമുണ്ടായിരുന്നില്ല. പരിശുദ്ധ പിതാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. കാരണം വളരെ സ്ട്രഗിളുള്ള സമയത്തായിരുന്നു അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സമയത്ത്
പരിശുദ്ധാത്മാവിനെ നിവേശിതമായി ദൈവം അദ്ദേഹത്തിനൊരു വചനം വെളിപ്പെടുത്തുന്നുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ സഭയെ പരിപാലിക്കുവാൻ ദൈവം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മാർപ്പാപ്പമാർ എന്ന് നമുക്കറിയാം. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു വചനമുണ്ട്. ഉത്തമ ഗീതത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ, വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ ഉദ്യാനത്തിൽ വീശുക, അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഐക്യപ്പെടുകയാണ്. കാറ്റായി വരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. അപ്പസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ തീനാളങ്ങളുടെ രൂപത്തിൽ കാറ്റായി, അതിനെ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-8 വരെയുള്ള തിരുവചനത്തിൽ ഈശോ നിക്കോദേമോസിനോട് പറയുന്നുണ്ട്, കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നമുക്കറിയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ മാർപ്പാപ്പ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പാപ്പായ്ക്ക് വെളിപ്പെടുത്തി കിട്ടുകയാണ്. വടക്കൻ കാറ്റേ ഉണരുക, തെക്കൻ കാറ്റേ വരിക, എൻ്റെ ഉദ്യാനത്തിൽ വീശുക. പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ ഉദ്യാനമായ കർത്താവിൻ്റെ സഭയിലേക്ക് വീശുക, അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിൻ്റെ പരിമളങ്ങൾ പരത്തുന്ന ദൈവീക ശക്തിയാണ് ദൈവവചനം, പരിശുദ്ധാത്മാവ്. ഈ വചനത്തിൻ്റെ കവാടം തുറന്ന് നമുക്ക് തന്നത് ജോൺ 23-ാമൻ മാർപ്പാപ്പയാണ്. ആ പാപ്പായിലൂടെ നമുക്ക് ഈ വചനത്തെ കയ്യിലെടുക്കാനും അതുപോലെ ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകുവാനും ഒക്കെയുള്ള അനുഗ്രഹം ദൈവം തന്നു. ഫ്രാൻസിസ് പാപ്പായൊക്കെ പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥവും പരിശുദ്ധ കുർബാനയും ഒരുപോലെ വിശിഷ്ടമാണ്, ഒരുപോലെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്, അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആധ്യാത്മിക രഹസ്യത്തിലേക്ക് കൂടുതൽ പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വടക്കൻ കാറ്റ് ഉണരുക, തെക്കൻ കാറ്റ് വരിക, എൻ്റെ ഉദ്യാനത്തിൽ വീശുക, അതിൻ്റെ പരിമളം വിദൂരത്തും പരക്കട്ടെ. എൻ്റെ പ്രാണപ്രിയൻ അവൻ്റെ ഉദ്യാനത്തിൽ വരട്ടെ, അതിൻ്റെ വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ. നമ്മുടെ കർത്താവിനെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ മണവാട്ടിയാണ് സഭ, ദൈവത്തിൻ്റെ ശരീരമാണ് സഭ. ഈശോ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ് കർത്താവിൻ്റെ മണവാട്ടിയായ സഭ. തൻ്റെ മണവാട്ടി ക്ഷണിക്കുന്ന ആ ദൈവിക രഹസ്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ വിക്ടബറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ എന്ന പുസ്തകം വായിച്ച് ധ്യാനിക്കുകയായിരുന്നു. വിക്ടബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ദൈവം ഈ ദൈവവചനത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തു. ദൈവത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് പോയപ്പോഴും അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ദൈവവചനമാണ്. ഈ വചനത്തിലൂടെ അദ്ദേഹത്തെ ദൈവം നയിക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനങ്ങളിൽ മുഴുവനും തന്നെ ദൈവവചനമാണ് കൂട്ടി ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ വചനത്തിലൂടെ നയിക്കപ്പെടുമ്പോൾ നമുക്ക് ആ വിശുദ്ധിയിൽ വളരുവാൻ സാധിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47-ാം അധ്യായം 1-12 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ദേവാലയത്തിലേക്കുള്ള നേർച്ചാൽ കാണുന്നുണ്ട്. അവിടെ പ്രവാചകനെ ദൈവം പല സ്റ്റെപ്പുകളായിട്ട് നയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആദ്യമേ ദേവാലയത്തിൻ്റെ നേർച്ചാൽ ഒഴുകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പാദത്തിൽ മുട്ടിയായിരുന്നു, അതിനുശേഷം കണങ്കാൽ വരെ, അതിനുശേഷം മുട്ടോളം, പിന്നെ അരയോളം, പിന്നെ കഴുത്തോളം, പിന്നെ നീന്താൻ പറ്റാത്ത അത്ര വലിയ ആഴത്തിലൂടെയൊക്കെ പ്രവാചകനെ ദൈവം കൊണ്ടുപോവുകയാണ്. ആത്മീയ രഹസ്യങ്ങളിലൂടെ ദൈവവചനത്തിൻ്റെ നീർച്ചാലിലൂടെ ദൈവവചനമാകുന്ന സമുദ്രത്തിലൂടെയൊക്കെ പ്രവാചകനെ കൊണ്ടുപോകാൻ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവിന് ഒരിക്കലും മാറ്റമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ദൈവം ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒരേ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, ഒരേ വചനത്തിൻ്റെ പ്രവർത്തനമാണ്, ഒരേ സത്യത്തിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ നമ്മൾ ആ ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ പ്രവാചകന്മാരിലുണ്ടായിരുന്ന ആത്മാവ്
ഈശോയിലുണ്ടായിരുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്, അതേ ആത്മാവ് തന്നെയാണ് നമ്മളിലും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് വിക്ടർബർ എപ്പോഴും പഠിപ്പിച്ചു തരുന്നൊരു കാര്യമാണ്, നമുക്ക് ഡിസേൺമെൻറ്റ് ഉണ്ടായിരിക്കണം, വിവേചനപരം. ഏതാത്മാവാണ് നമ്മിൽ പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ? എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും? പാപം നമ്മളിൽ വരുമ്പോൾ, അശുദ്ധി നമ്മളിൽ വരുമ്പോൾ നമ്മളിലെ പരിശുദ്ധാത്മാവ് ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അനുതാപം എടുത്ത് വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുക. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 3-ാം തിരുവചനത്തിലും 5-ാം തിരുവചനത്തിലുമൊക്കെ യോഹന്നാൻ ശ്ലീഹ പറയുന്നില്ലേ, നമ്മൾ വീണ്ടും ജനിക്കണം. ആത്മാവിനാലും ജലത്താലും നമ്മൾ ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശരിക്കും നമ്മൾ ഈ കുമ്പസാരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോ വന്ന് വസിക്കുകയാണ്. മനുഷ്യരായ നമ്മളിൽ എപ്പോഴും തിന്മയുണ്ട്, പാപമുണ്ട്, വഞ്ചനയുണ്ട്, കപടതയുണ്ട്, അശുദ്ധിയുണ്ട്. ഇതിനെല്ലാം നമുക്ക് മാറ്റം വരണമെങ്കിൽ എപ്പോഴാണ്? നമ്മൾ ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, അധരം കൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ ഏറ്റുപറയുമ്പോൾ, ഹൃദയത്തിൽ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴൊക്കെയാണ് നമ്മളിൽ ആ ദൈവപുത്രൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വായിച്ചു വരുന്നത് ഈ പുസ്തകത്തിലെ 81-ാമത്തെ പേജ് ആണ്. 81-ഉം 82-ഉം ഒക്കെ പേജിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു, നമ്മൾ ഈശോയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈശോയിൽ നിലനിൽക്കാതിരിക്കാൻ വേണ്ടി സാത്താൻ പലരിലൂടെ നമ്മെക്കുറിച്ച് വളരെ ചീത്തയായിട്ട് സംസാരിക്കുമ്പോഴും നമ്മളൊരിക്കലും തളരരുത്, ആഹ്ലാദിച്ച് ആനന്ദിക്കണം, ഈശോയ്ക്ക് നന്ദികൾ അർപ്പിക്കണം എന്നൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത്. അതിനുശേഷം ഇതിൽ പറയുകയാണ്, 45 മുതലുള്ള വാക്യത്തിൽ പറയുകയാണ്, ഈശോയിൽ വന്നവരാരും മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുകയില്ല. ഗലാത്തി 1:10. ഈശോ ആരെയെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. യോഹന്നാൻ 2:23-24. നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? അളിയൻ മുതൽ സകലരും നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണല്ലേ. നിന്റെ സ്വന്തം സഹോദരൻ തന്നെ നിനക്കെതിരാണ്. ജെറമ്യ 12:6 പറയുകയാണ്. അതാണ് ഈശോ പറയുന്നത്, ഭൂമിയിൽ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മത്തായി 10:34. നിങ്ങൾ ഈശോയിൽ വരുമ്പോൾ മറ്റുള്ളവരെല്ലാം കൂടി നിങ്ങളെ ഉപദ്രവിക്കും, അതുപോലെ തന്നെ ചീത്തകൾ പറയുകയും ചെയ്യും. നാം ഈശോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിലുള്ള സമരത്തിലാണ് ജീവിക്കുന്നത്. ഗലാത്തി 4:29. ആത്മാവിലുള്ളവരെ ജഡത്തിലുള്ളവർ പീഡിപ്പിച്ചിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇതാണ് ആത്മീയരും ജഡീയരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഇത്രയും നാൾ കുടിക്കാതിരുന്നിട്ട് കുടിച്ചാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. വീട്ടിൽ കല്യാണം വയ്ക്കുമ്പോൾ ബാർ നടത്തിയാൽ നിങ്ങളെയും കൊണ്ട് പിശാച് പോകും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഉറച്ചു നിൽക്കണം. 1 കൊരിന്തോസ് 10:13 ഏത് പ്രലോഭനം വന്നാലും അതിനെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി അപ്പോൾ കർത്താവ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. ഇതിൽ നമ്മൾ കാണുകയാണ്, നമ്മളിപ്പുറത്ത് കണ്ടു, നമ്മൾ ഈശോയിൽ വന്നതിന് ശേഷം നമുക്കെതിരെ ഒത്തിരിയേറെ അപവാദങ്ങൾ, ദൂഷണങ്ങൾ ഒക്കെ പറയുമ്പോൾ നമ്മൾ തളർന്നു പോകരുത്. കർത്താവിൽ കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കണം. അതിലൂടെ അവരും ഈശോയിൽ വരും. ഈശോയിൽ വന്നവരാരും മനുഷ്യരുടെ വാക്ക് ശ്രവിച്ചിരുന്നില്ല. അതാണ്, മനുഷ്യൻ എപ്പോഴും പലതും പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യരുടെ വാക്ക് നമ്മൾ ശ്രവിച്ചാൽ നമ്മൾ പലപ്പോഴും തളർന്നു പോകും. കാരണം ഈശോയ്ക്ക് എതിരായിട്ടായിരിക്കും എപ്പോഴും സംസാരിക്കുക. ഗലാത്തി 1:10 വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, ഞാൻ മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുകയാണോ? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിച്ചിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകുമായിരുന്നില്ല. മനുഷ്യൻ്റെ ഇഷ്ടമനുസരിച്ച് മനുഷ്യനെ നമ്മൾ പ്രസാദിപ്പിച്ച് നടന്നിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകുമായിരുന്നില്ല. പലപ്പോഴും നമുക്ക് പല ബന്ധങ്ങളും മാറ്റേണ്ടി വരും. പാപത്തിൽ ആയിരിക്കുന്നതായിട്ടുള്ള ബന്ധങ്ങൾ, പിന്നെ ഈശോയിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മൾ ചില അവസരങ്ങളിൽ മാറി നിൽക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്? സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി. അപ്പോൾ ഈശോയുടെ സ്നേഹം നമ്മളെ വലയം ചെയ്യുകയാണ്. എന്തിന്? നമ്മൾ കർത്താവിൻ്റെ വചനം അനുസരിക്കുവാൻ വേണ്ടി, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി. ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈശോയുടെ നാമത്തിനെതിരെ പാപം ചെയ്യാതിരിക്കാനാണ് നമ്മൾ പലപ്പോഴും മാറി നിൽക്കേണ്ടി വരിക.
അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്കുണ്ടാകുക. അപ്പോൾ മനുഷ്യർ നമ്മളോട് മുഷിപ്പുണ്ടാകും. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23 തൊട്ട് 25 വരെയുള്ള തിരുവചനത്തിൽ ഈശോ മനുഷ്യരെ ആരും വിശ്വസിച്ചിരുന്നില്ല. കാരണം അവനിൽ ഉള്ളത് എന്താണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഈശോ എല്ലാവരെയും സ്നേഹിച്ചു. നമ്മളും അതുപോലെ നമ്മുടെ സഹോദരരുടെ, നമ്മുടെ കൂട്ടുകാരെ ഒക്കെ നമ്മൾ ഹൃദയപൂർവ്വം സ്നേഹിക്കണം. നമ്മൾ പരിപൂർണമായിട്ടും ആ ഈശോയിൽ വിശ്വസിച്ചു കൊണ്ട് വേണം നമ്മൾ സ്നേഹിക്കാൻ. ഈശോയുടെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം അവരെ നമ്മൾ കാണുവാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. ഈശോ എല്ലാവരെയും സ്നേഹിച്ചു, പീഡിപ്പിച്ചവരെ ഈശോ അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? അളിയൻ മുതൽ സകലരും നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യരെ വിശ്വസിച്ച് എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് വഞ്ചനകൾ ചില സമയത്തുണ്ടാകും. നമ്മൾ എത്ര ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാലും വഞ്ചനകളും അസ്വസ്ഥതകളും ഒക്കെ നമുക്ക് അവരിൽ നിന്നുണ്ടാകും. ഈശോയിൽ വരുമ്പോൾ നമുക്കതിനെ ക്ഷമിക്കാൻ സാധിക്കും. അതാണ് ഈശോ പറയുന്നത്, ഭൂമിയിൽ ഞാൻ സമാധാനമല്ല വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മത്തായി 10:34. നിങ്ങൾ ഈശോയിൽ വരുമ്പോൾ മറ്റുള്ളവരെല്ലാം കൂടി നിങ്ങളെ ഉപദ്രവിക്കും, ഇതുപോലെ തന്നെ ചീത്തകൾ പറയുകയും ചെയ്യും. അപ്പോൾ മത്തായി 10:4 ഒരു വചനം പറയുന്നുണ്ട്, ഭൂമിയിൽ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. അതിൻ്റെ താഴോട്ട് പോകുമ്പോൾ നമ്മൾ കാണും, ഒരു കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കും അവരുടെ ശത്രുക്കളായി മാറുക. അപ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിൽ ഈശോ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. നമ്മൾ ആ കർത്താവിന് പരിപൂർണ ഹൃദയം നൽകുമ്പോൾ ചിലപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ലോകത്തിലുള്ളവരും ദൈവത്തിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവിടെ കാണാം. അപ്പോൾ അവിടെ ഒരു ഭിന്നത ചിലപ്പം വരും. അതേസമയം നമ്മൾ ആ ഈശോയുടെ സ്നേഹത്തെ പ്രതി അത് സ്വീകരിച്ചു കഴിയുമ്പോൾ അത് പിന്നീട് നന്മയ്ക്കായി മാറ്റപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ പരിപൂർണ ഹൃദയം നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകനെ അമ്മയ്ക്കെതിരായും മരുമക്കളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അതേസമയം എല്ലാവരും ഈശോയിൽ വന്നാൽ ഈശോയിൽ വളരുവാൻ വളരെ എളുപ്പമാണ്. ഒരു കൂട്ടർ ഈശോയിലും മറ്റൊരു കൂട്ടർ ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിലുമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ കർത്താവിൽ ഉറച്ചു നിൽക്കുക, സമാധാനത്തോടെ എളിമയോടെ നിശബ്ദതയോടെ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈശോയുടെ രാജ്യം അവിടെ സ്ഥാപിക്കുവാൻ സാധിക്കും. ആ കർത്താവിന് പരിപൂർണ ഹൃദയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. നാം ഈശോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മാവിലുള്ള സമരത്തിലാണ് ജീവിക്കുന്നത്. ഗലാത്യർ 4:29 ആത്മാവിലുള്ളവരെ ജഡത്തിലുള്ളവർ അന്ന് പീഡിപ്പിച്ചിരുന്നു, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇതാണ് ആത്മീയരും ജഡികരും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഇത്രയും നാൾ കുടിക്കാതിരുന്നിട്ട് കുടിച്ചാൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. വീട്ടിൽ കല്യാണം വയ്ക്കുമ്പോൾ ബാർ നടത്തിയാൽ നിങ്ങളെയും കൊണ്ട് പിശാച് പോകും. നമ്മൾ ഈശോയിൽ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം നമ്മൾ പാപത്തിന് അടിമയായാൽ പിന്നെ നമ്മളറിയാതെ തന്നെ ആ പാപത്തിന് അടിമയായിക്കൊണ്ടിരിക്കും. അതാണ് ചിലർക്ക് ഏറ്റവും വലിയ ബലഹീനതയായിരിക്കും മദ്യപാനം. ഒരു പ്രാവശ്യം അവർ മദ്യപിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും അവരറിയാതെ തന്നെ അതിന് അടിമയായി പോകും. കൂട്ടുകാരുടെ ഇഷ്ടത്തിന് അവർ വഴങ്ങിക്കൊടുത്താൽ പലപ്പോഴും അതിന് അടിമയായിട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗലാത്യർ 4:29 പറയുന്നുണ്ട്, ആത്മാവിലുള്ളവർ ജഡത്തിലുള്ളവരെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അതുപോലെ തന്നെയാണ്. ഈ ഗലാത്യർ 4:29 നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ അബ്രഹത്തെ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 15 തൊട്ട് 17 വരെയുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം
അബ്രഹത്തോട് വലിയൊരു വാഗ്ദാനം ചെയ്തായിരുന്നു. നിൻ്റെ സന്തതി വഴി എല്ലാം അനുഗ്രഹിക്കപ്പെടും, നിനക്ക് മണൽത്തരി പോലെ മക്കളുണ്ടാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു അവിശ്വസ്തത ഉണ്ടാകുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ഇസ്മായേൽ ഉണ്ടാകുന്നതും അങ്ങനെ ഇസ്മായേൽ പുറന്തള്ളപ്പെടുന്നതും ദൈവത്തിൻ്റെ വാഗ്ദാനമനുസരിച്ച് ഇസ്ഹാക്കിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ഒരു ആത്മീയ മനുഷ്യരും ജഡിക മനുഷ്യരും തമ്മിലുള്ള ഒരു പോരാട്ടം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗാറും സാറായും തമ്മിലും ഹാഗാറിൻ്റെ മകനും സാറായുടെ മകനും തമ്മിലും എല്ലാം കളിക്കുമ്പോൾ സാറ അസ്വസ്ഥയാകുന്നുണ്ട്. നമ്മളൊരു പാപത്തിൻ്റെ അടിമത്തത്തിൽ വന്നാൽ നമ്മളെപ്പോഴും ഒരു അടിമത്തത്തിലായിരിക്കും. ഈ സ്വതന്ത്രൻ്റെ മക്കളെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ മറിയത്തിലൂടെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ആ അടിമത്തം മാറുക. പലപ്പോഴും ആ മാതാവിനെ നമ്മൾ എടുത്തു മാറ്റുമ്പോൾ നമ്മളെപ്പോഴും ഒരു അടിമത്തത്തിലായിരിക്കും, സുരക്ഷിതത്വത്തിൽ ആയിരിക്കുകയില്ല. പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത്തിലൂടെയും പരിശുദ്ധ മറിയത്തിലൂടെയും ഒക്കെയാണ് നമുക്കൊരു ആത്മാവിൻ്റെ സുരക്ഷിതത്വം ലഭിക്കുക. അവിടെ നമ്മൾ സാറായെയും കാണുന്നുണ്ട്, ഹാഗാറിനെയും കാണുന്നുണ്ട്. സാറായിൽ നിന്ന് വരുന്നത് സ്വതന്ത്രയുടെ പുത്രനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് വാഗ്ദാനപ്രകാരം, ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം കൊടുത്ത ഒരു മകനെ നമ്മളവിടെ കാണുന്നുണ്ട്. അതേസമയം മനുഷ്യൻ്റെ പദ്ധതികൾ പ്രകാരം ദൈവിക പദ്ധതികൾ മാറ്റിവെച്ചിട്ട് അവിടെ സംഭവിച്ചപ്പോൾ അവിടെ ഒരു അടിമത്തം നമ്മൾ കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ കാര്യങ്ങളിലും ഈശോയോട് ആലോചന ചോദിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ് അവിടെ ദൈവിക പദ്ധതികൾ പൂർണ്ണമാകുക. നമ്മൾ രാവിലെ എണീറ്റാണെങ്കിലും ആ ദിവസത്തെ പരിപൂർണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ ആ ദിവസങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ ഓരോ സ്റ്റെപ്പിലും ദൈവിക ചൈതന്യമുണ്ടാകും. ദൈവം സംസാരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഉണ്ടായിരിക്കും. നമ്മൾ യുദ്ധത്തിൽ, ഈ ആത്മീയമായ ഒരു യുദ്ധത്തിൽ നമ്മൾ ധീരരായിരിക്കും. അതേസമയം നമ്മൾ ആ ദൈവത്തിന് സമർപ്പിക്കാതെയൊക്കെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ ഓഫീസിലായിരിക്കുമ്പോൾ നമുക്കിതെല്ലാം ആത്മീയ രാജ്യം ഒരു ഭോഷത്വമായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. നമ്മൾ രാവിലെ പ്രാർത്ഥിച്ചതോ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചതോ ഒക്കെ നമുക്കൊരു ഭോഷത്വമായിട്ട് തോന്നും. കാരണം നമ്മൾ ലോകത്തിലാണ്. ആ ലോകത്തിൻ്റെ അരൂപി നമ്മളെ കീഴ്പ്പെടുത്തി. തിരിച്ചും നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആ ശക്തി സംഭരിക്കുമ്പോഴാണ് വീണ്ടും നമ്മളൊരു ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക്, ശക്തിയിലേക്ക് വരിക. വചനങ്ങളൊക്കെ വായിക്കുമ്പോഴും ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് ഈശോയെ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ കൃപയാണ് ഈശോയെ സംവഹിക്കുക, ഈശോയുടെ പീഡാസഹനങ്ങളിൽ ആ ക്രൂശിതനെ സ്വന്തമാക്കുക എന്നുള്ള ഒരു കൃപയായിരുന്നു പരിശുദ്ധ മറിയം. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഈശോയുടെ ദൈവപുത്രൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ആ മറിയത്തിൻ്റെ മധ്യസ്ഥവും സംരക്ഷണവും നമുക്കുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.